എന്നാൽ ബംഗാൾ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടില്ല എന്നിപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. വോട്ടർമാർ തങ്ങളുടെ സർവേയോട് പ്രതികരിച്ചില്ല എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ സ്ഥാപകൻ പ്രദീപ് ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ ഒഴികെ ബാക്കി സംസ്ഥാനങ്ങളുടെ ഫലം ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഡി ധനസുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ എങ്ങനെ ആ സർവേയോട് പ്രതികരിച്ചില്ല എന്നാണ് സുമോദ് പറയുന്നത്? മഹേഷ്, ഇപ്പോൾ പ്രദീപ് ഗുപ്ത മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകിട്ട് പുറത്തുവിടാനിരിക്കുന്ന ബംഗാൾ സർവേ ഫലം, ഈ ബംഗാൾ സർവേ ഫലം, എക്സിറ്റ് പോളിന്റെ സർവേ ഫലം പുറത്തുവിടില്ല എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾ പ്രകാരം തന്നെ വോട്ടെടുപ്പ് നടന്ന ഉടൻ തന്നെ ഇവർ ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല. അതൊരു പിറ്റേ ദിവസമാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഈ സമീപിക്കുന്ന ജനങ്ങളിൽ 60% പേരും അവർ മൗനം പാലിക്കുകയാണ്. ഒരു യെസ് ഓർ നോ പറയാൻ പോലും ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രദീപ് ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകിൽ ജനങ്ങൾ യെസ് പറയണം, ഈ ഭരണത്തിന് അനുകൂലമാണെന്ന് പറയണം, അല്ലെങ്കിൽ എതിരാണെന്ന് പറയണം, അല്ലെങ്കിൽ BJP വരാനുള്ള സാധ്യത പറയണം. എല്ലാത്തരം ചോദ്യങ്ങളോടും ഇവർ ഒരു മൗനം പാലിക്കുന്ന ഒരു അവസ്ഥയാണ് ബംഗാളിലെ ജനങ്ങളുള്ളത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ സർവേ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ആക്സിസ് മൈ സർവേ ഒരു പരിധിവരെ സർവേ ഫലങ്ങൾ ശരിയാകുന്ന ഒരു സർവേ തന്നെയാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ അവർ TVക്ക് ഒരു അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടി പ്രവചിച്ച് അവർ മാത്രമാണ് പ്രവചിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു സർവേ കൂടിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ടുഡേയ്സ് ചാണക്യ ഇന്ന് പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് കാത്തിരുന്നത് ഒരു പരിധിവരെ ഈ സർവേ ഫലങ്ങൾ ശരിയാകുന്ന ടുഡേയ്സ് ചാണക്യയും ആക്സിസ് മൈ ഇന്ത്യയുമായിരുന്നു. ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലങ്ങൾ ബംഗാളിലെ പുറത്തുവിടില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറിയിരിക്കുകയാണ്.